ഞാനും പാറും കൂടി അന്നൊരു സഹവാസ ക്യാമ്പിന് പോയിട്ടുണ്ടായിരുന്നില്ലേ? ആ ക്യാമ്പിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയണ്ടേ? പുതിയങ്ങാടിയുള്ള GLP സ്കൂളിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ 2 ദിവസത്തെ ഈ റെയിൻബോ എന്ന് പേരിട്ടിട്ടുള്ള ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സംഭവം 2 ദിവസത്തെ പരിപാടിയായിരുന്നെങ്കിലും ആദ്യത്തെ ഒരു ദിവസം മാത്രമേ എനിക്കും പാറുവിനും പങ്കെടുക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ദിവസം വിഷ്ണു കരഞ്ഞ് അലമ്പാക്കി ഞങ്ങളെ പോകാൻ വിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ആദ്യത്തെ ദിവസത്തെ വിശേഷങ്ങൾ മാത്രമേ ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നുള്ളൂ. സമഗ്ര ശിക്ഷ പ്രൊജക്റ്റിൻ്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള ഡോക്ടർ AK അബ്ദുൽ ഹക്കീം സാർ ആയിരുന്നു കേട്ടോ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുതുവർഷം ആയതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികളൊക്കെ കേക്കെല്ലാം കട്ട് ചെയ്ത് സെലിബ്രേറ്റും കൂടി ചെയ്തു കേട്ടോ. അങ്ങനെയായിരുന്നു ക്യാമ്പിൻ്റെ തുടക്കം. സാമൂഹിക ഉൾച്ചേർക്കലിൻ്റെ പ്രസക്തി വിളിച്ചൊദിക്കുന്ന ഒന്നാണ് സഹവാസ ക്യാമ്പുകൾ. വിദ്യാലയ പരിസരത്ത് നിന്നും സമൂഹത്തിൽ നിന്നും ആർജിക്കേണ്ട ജീവിത നൈപുണ്യങ്ങൾക്ക് ആക്കം കൂട്ടുക എന്നതാണ് സഹവാസ ക്യാമ്പുകൾ കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. വല്ലതും തിരിഞ്ഞില്ലല്ലോ? എന്നാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. പൊതുവിദ്യാലയങ്ങളിൽ എത്തിച്ചേരാൻ പറ്റാത്ത പാറുവിനെ പോലെയുള്ള മക്കളെയൊക്കെ അല്ലേ, അവരെയൊക്കെ കോർത്തിണക്കിയിട്ട് ഒരു ഏകദിന ഒത്തുചേരലിന് ഒരു അവസരം കൊടുക്കുക. പിന്നെ മാനസികോല്ലാസം നൽകുന്ന ഒരു അന്തരീക്ഷം അവർക്ക് വേണ്ടി സൃഷ്ടിക്കുക. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഒരു അജണ്ട. എങ്കിലും എനിക്ക് കൂടുതലും കുറച്ചുകൂടി സ്ട്രൈക്കായിട്ട് തോന്നിയത് പൊതുസമൂഹത്തിലേക്ക് ഇങ്ങനെയുള്ള കുട്ടികളുടെ കുറച്ചുകൂടി കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ള ഒരു പോയിൻ്റാണ് കേട്ടോ. പാറുവിനെ പ്രസവിക്കുന്ന സമയത്ത് എനിക്ക് 26 വയസ്സാണ് കേട്ടോ. ഈ 26 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിട്ടും കോളേജിങ്ങിലായാലും സ്കൂൾ ടൈമിലായാലും NSSൻ്റെയും JRCൻ്റെയും ഒക്കെ ക്യാമ്പിന് പങ്കെടുക്കുകയും ഈ നമ്മൾ ഓരോ വീടുകളിൽ പോയിട്ട് സെൻസസ് എടുക്കുകയും ഒക്കെ അന്ന് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും ഞാൻ ഈ ഒരു മേഖല, അതായത് ഭിന്നശേഷി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ പറിച്ചിട്ട് ചിന്തിച്ചിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി മനസ്സിലാക്കാനുള്ള ഒരു പക്വത എൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാവില്ല കേട്ടോ. അതായിരിക്കും കാരണം. പക്ഷേ പാറു ആയേരെയാണ് ഈ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താ, കുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താ, നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും പിന്നെ പോകെയാണ് പഠിച്ചു തുടങ്ങിയത് കേട്ടോ. എല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? നമുക്കൊരു അനുഭവം വരുമ്പോഴാണല്ലോ നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വൈകല്യമുള്ളവരൊക്കെ കാണും. പക്ഷേ അത് കണ്ണുകൊണ്ട് കാണുക എന്നല്ലാതെ നമ്മൾ ഹൃദയം കൊണ്ട് തൊട്ടറിയാൻ ശ്രമിക്കാറില്ലല്ലോ അല്ലേ? അപ്പോൾ അത് എൻ്റെ മാത്രം കുറ്റമൊന്നുമില്ല. ഞാനിപ്പോൾ പാറുവായരെല്ലാം മനസ്സിലാക്കിയെന്നൊക്കെ തുടങ്ങി. പിന്നെ ഇത് നമ്മളെ സ്പെഷ്യൽ കിഡ്സിനുള്ള പ്രോഗ്രാം ആയതുകൊണ്ട് അവർ കുട്ടികൾക്ക് കിടക്കാനും ഇരിക്കാനും ഒക്കെയുള്ള എല്ലാ സൗകര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭിന്നശേഷി മേഖലയിലെ 2016 RPW ആക്ട് പ്രകാരം 21 വിഭാഗങ്ങളുണ്ട് കേട്ടോ. ഈ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെയും കുടുംബങ്ങളെയും അവരുടെ പരിമിതികളും മികവുകളും ഒക്കെ തിരിച്ചറിഞ്ഞ് പിന്തുണാ സംവിധാനങ്ങൾ ഒരുക്കി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടത് ഒരു കുടുംബത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ തന്നെ ബാധ്യതയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ നടത്തുന്ന ക്യാമ്പുകൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പണ്ടത്തേനെ അപേക്ഷിച്ച് സമൂഹം കുറേയൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങിയല്ലേ. കാരണം എന്താണെന്നറിയോ, കുട്ടികൾക്ക് വരെ ഇപ്പോൾ കുറേ കാര്യങ്ങൾ അറിയാം. നമ്മളൊക്കെ കുട്ടികളായിരുന്ന സമയത്ത് ഇതിനെപ്പറ്റി ഒരു ഐഡിയോ ഇങ്ങനെയുള്ള ആളുകളെ നേരിട്ട് കാണുക ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ലല്ലോ. ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവർ വീട്ടിലിരിക്കുക എന്നല്ലാതെ ആ വീടും ആ വീട്ടുകാരും അറിയാമെന്നല്ലാതെ പുറത്തേക്ക് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ പക്ഷേ എന്താ കുറേ ഇങ്ങനെ SSKൻ്റെ പ്രവർത്തനങ്ങൾ തന്നെ ഇതിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് പാറുവിനെ കാണാൻ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ വീട്ടിൽ വന്നില്ലേ, സ്കൂളിൽ വന്നില്ലേ. അപ്പോൾ ആ ഒരു കുട്ടികൾക്ക് വരെ അറിയാം ഇങ്ങനെയുള്ള ഒരു ആളുകളും കൂടി അവരെ പ്രായത്തിലുണ്ട്, അവർ ഇന്ന കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതും അവർക്ക് നേരിട്ട് കണ്ടറിയാനൊക്കെ പറ്റിയിട്ടോ. ഞാനന്ന് നമ്മൾ ക്രിസ്മസിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾ പറഞ്ഞത് ശ്രദ്ധിച്ചോന്നറിയില്ല. ഞാൻ പാറുവിനെയും കൊണ്ട് സ്കൂളിൽ പോയപ്പോൾ പാറു എന്ന് വിളിച്ചെങ്ങാണ്ട് പ്രാർത്ഥന എന്നൊക്കെ വിളിച്ചിട്ട് കുട്ടികൾ ഓടി വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാനത് ആ വീഡിയോയിലും പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങൾ പോലും നമ്മളെ സമൂഹത്തിൽ വന്നു തുടങ്ങിയത് ഇങ്ങനെയുള്ള ഓരോ പ്രവർത്തനങ്ങൾ കാരണമാണല്ലേ. പോരാത്തതിന് നമ്മളെ സിനിമയിലും കുറേ ആർട്ടിക്കിൾസും ആർട്ടിലും ഒക്കെ നമ്മളെ കുട്ടികളെ പോലെയുള്ളവരെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ തുടങ്ങി. അതും കുറച്ചുകൂടി വൈഡായിട്ട് എല്ലാവരിലേക്ക് എത്താനും തുടങ്ങിയതോടുകൂടി തന്നെ നമ്മളെ കൂട്ടി നിർത്താനും നമ്മളെ ചേർത്ത് നിർത്താനും കുറച്ചുകൂടി ആളുകളുണ്ട് എന്നുള്ളൊരു തോന്നലും കൂടി ആയില്ലേ. ക്യാമ്പിൽ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അതിഗംഭീര പരിപാടിയായിരുന്നു കേട്ടോ. കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നുള്ളതുകൊണ്ടാണ് ഞാൻ പാട്ടുകളൊക്കെ ഒഴിവാക്കിയത് കേട്ടോ. മുൻജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആദ്യമൊക്കെ ആളുകൾ അങ്ങനെ മാറ്റി നിർത്താറുണ്ടായിരുന്നു അല്ലേ, ഇങ്ങനെ കുട്ടികളുണ്ടാകുമ്പോൾ. എന്നോട് തന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ കുട്ടികളുണ്ടാകുമ്പോൾ മുൻജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ ഫലമായിരിക്കും എന്നൊക്കെ. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കാറില്ല. ഇനി പാപത്തിൻ്റെ ആയാലും